നമ്മുടെയൊക്കെ ലൈഫിൽ സന്തോഷവും സമാധാനവും ദുഃഖവും പ്രയാസവും എല്ലാം തന്നെ മാറി മറിഞ്ഞു വരാറുണ്ട് അല്ലേ? പ്രതിസന്ധി വരുന്ന സമയത്ത് പല രീതിയിലായിരിക്കും നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക. ഒരുപാട് നല്ല സൗഹൃദ വലയങ്ങൾ നൽകിയിട്ടും ഒരുപാട് നല്ല കുടുംബാംഗങ്ങളെ തന്നിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ലൈഫിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം വന്ന സമയത്ത് അവരെ ആരെയും ചൂസ് ചെയ്യാതെ ഞാൻ പുറത്തുള്ള കുറച്ച് സുഹൃത്തുക്കളെ അന്നോളം അല്ലെങ്കിൽ ഇന്ന് വരെ ഞാൻ നേരിട്ട് കാണാത്ത കുറച്ച് പേരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമായിരുന്നില്ല, ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരു 4-5 മറ്റ് എന്നെപ്പോലെയുള്ള സ്ത്രീകളും ഒരുപാട് പ്രയാസത്തിലൂടെ ഒക്കെയാണ് കടന്നു പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ പ്രയാസങ്ങളെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന സ്വപ്നങ്ങളെ കുറിച്ചിട്ടും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ പ്രശ്നം, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ അവിടെ എത്തല്ലോ എന്നുള്ള രീതിയിൽ വലിയ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും ചിന്തിക്കുന്ന സമയത്ത് വളരെയധികം കൗതുകമായിട്ടും അത്ഭുതമായിട്ടൊക്കെ തോന്നാറുണ്ട്. ആ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുള്ളത് എത്രത്തോളം വലിയ എഫക്റ്റാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞറിയിക്കാൻ ബാക്കികളില്ല. മീൻസ് അത്രത്തോളം ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയായിരുന്നു അന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിലാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടാവില്ലേ? അതൊന്ന് തുറന്നു പറയാൻ നിങ്ങളുടെ വേദനകളായിക്കോട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ പരസ്പരം ഷെയർ ചെയ്തിട്ട് പരസ്പരം പിന്തുണച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ടീം അദിലിയാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദ പ്രിൻസസ് കമ്മ്യൂണിറ്റിയുമായിട്ട് വരാൻ കേട്ടോ. നമ്മളൊക്കെ രാജകുമാരികളാണ്, നമുക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഒക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്യാം.